ഇന്ന് നമുക്ക് പഴയൊരു പി സിൻ്റെ കംപ്ലയിൻറ്റ് നോക്കിയാലോ. ഇത് മദർ ബോർഡ് കംപ്ലയിൻ്റ് ആയിരുന്നു. മദർ ബോർഡ് ഞാൻ നന്നാക്കിയിട്ടുണ്ട്. മദർ ബോർഡ് ഇതുണ്ടോ, 2 കപ്പാസിറ്റർ ഇതേപോലെ ബൾജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റം ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് പ്രൊട്ടക്റ്റ് മോഡിലേക്ക് പോണതുകൊണ്ട്. അപ്പോൾ ആ 2 കപ്പാസിറ്റർ മാറ്റിയിട്ടപ്പോൾ മദർ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മദർ ബോർഡ് റെഡി ആയപ്പോൾ ഹാർഡ് ഡിസ്ക് എടുക്കണില്ല. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇത് ഞാനൊരു പഴയ 32 ടി വിക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് കാണിക്കുന്നുണ്ടോ. ഡിസ്ക് ബൂട്ട് ഫെയിലിയർ, ഇൻട്രസ്റ്റ് സിസ്റ്റം ഡിസ്ക് ആൻഡ് പ്രസ് സെൻറ്റർ. അപ്പോൾ ഞാൻ ആ ഡിസ്ക് ഞാൻ അഴിച്ച് ചെക്ക് ചെയ്ത്, ആ ഡിസ്ക് ഞാൻ അവിടെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ഡിസ്ക് അഴിച്ച് ആ ഡിസ്ക് ഇതാ ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ ഇവിടെ ഇങ്ങനെ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആ ഡിസ്കിന് ഡ്രൈവ് ചെയ്യണ ഈ മോട്ടറില്ലേ, ഇത് കറങ്ങണില്ല. അപ്പോൾ ഇത് കറങ്ങാത്തതുകൊണ്ടാണ് എന്താ പറയുക ആ ഡിസ്ക് ഇത് കാണിക്കാത്തത്. അപ്പോൾ ഞാനത് ആ ഡിസ്കിനെ അഴിച്ച് പീസാക്കി. അപ്പോൾ നമുക്ക് വേറെ ഒരു പഴയ ആ ഡിസ്കിൽ നിന്ന് ഇത് അഴിച്ചിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോട്ടറിനെ അഴിച്ച് ചിലപ്പോൾ ഇത് ഇതാണ് BLDC ടൈപ്പ് മോട്ടറാണ്. അപ്പോൾ നമുക്ക് ആ ഒന്നിലേക്ക് പഴയ മോട്ടറിൻ്റെ എന്തെങ്കിലും സ്പെയർ എടുത്തിട്ട് ഇത് നന്നാക്കൽ നടക്കുള്ളൂ, പഴയ ടൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ ഉണ്ടോ അങ്ങനത്തെ ആ ഡിസ്കുകളിലെ ഇതൊക്കെ ലാപ്പിൻ്റെ ആ ഡിസ്കുകളാണ്. ഇത് തോഷിബയുടെ ഒരു 2 TB ആ ഡിസ്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ആ ഡിസ്ക് ഡാറ്റ റിക്കവറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആരെതെങ്കിലും ഇതേമാതിരി സിസ്റ്റത്തിൽ പഴയ PC-ലൊക്കെ ചിലപ്പോൾ ചെറുപ്പത്തിലെ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് സേവ് ചെയ്തിട്ട് ആ ഡിസ്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് തിരിച്ച് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇൻസ്റ്റയിൽ മെസ്സേജിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണൽ നമ്പർ തരാം. കാരണം പേഴ്സണൽ നമ്പർ ഞാൻ പബ്ലിക്കായിട്ട് ഇടാത്തത് ഇതിനെ മുന്നേ ഇട്ടിട്ട് ഞാൻ പിൻവലിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോളുകൾ ഇങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിളിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ റീപ്ലൈ കൊടുത്തില്ലെങ്കിലുള്ള പരാതി അതിനൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ ഡാറ്റ റിക്കവറി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കംപ്ലൈൻ്റ് ആയ ആ ഡിസ്ക് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാ ഐ ഡിയിൽ ഫാബുലസ് ഇലക്ട്രോണിക്സ് എന്നുള്ള ഇൻസ്റ്റാ ഐ ഡിയിൽ വന്നു കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനതിന് റീപ്ലൈ തരാം. നമുക്ക് എന്താണെന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പഴയ സാധനങ്ങൾ ആരത്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് റെഡിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം എന്തായാലും. അതായത് ഇത് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഈ മോട്ടറൊന്ന് നമുക്ക് ഇതിന് 2 ബ്രഷ് ഉണ്ട്. അപ്പോൾ ആ ബ്രഷ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം. എന്നിട്ട് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഴയ ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് കൊടുത്തിട്ടെ ആ ഡിസ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്ക് മാത്രം അതിലിട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.